ജനുവരി 22 ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ദിവസം. ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം. അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിൻ്റെ എക്സ്കവേഷൻ, അതായത് ശാസ്ത്രീയ ഉത്ഖനനം നടത്തിയ ടീമിലെ സുപ്രധാന പങ്ക് വഹിച്ച ലോക പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റ് പത്മശ്രീ KK മുഹമ്മദ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം സർ. താങ്ക് യു സോ മച്ച്. സാർ ചെയ്തതിൽ അതല്ലെങ്കിൽ കണ്ടെത്തിയതിൽ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീല് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നല്ല, ധാരാളമുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് ശ്രീരാമ ജന്മഭൂമിയെക്കുറിച്ചാണ് വരുന്നത് അല്ലേ? കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ മാസ്റ്റർ എന്നാണ്. ശരിക്കും തലയെ കെട്ടിയിട്ടുള്ളൊരു ടിപ്പിക്കൽ മുസ്ലിം ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത് ശ്രീരാമൻ്റെ കഥ, ശ്രീകൃഷ്ണ ഭീമൻ്റെ ചരിത്രം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും വായ പിളർന്നുകൊണ്ട് നോക്കി അത്ഭുതത്തോടു കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു ഗംഗാധരൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു താജ്മഹലിനെ കുറിച്ചും കുത്തബ് മിനാറിനെ കുറിച്ചും പഠിപ്പിച്ചത്. അതെ. പക്ഷേ ഒരു കാലത്ത് ഞാൻ താജ്മഹലിൻ്റെയും കുത്തബ് മിനാറിൻ്റെയും ഇൻചാർജായി അധിപനായി മാറുമെന്ന് അന്ന് സ്വപ്നബി വിചാരിച്ചിരുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ മൂവ്മെൻറ്റിലൂടെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അത് മുഴുവൻ ആർക്കിയോളജി കൊണ്ടായിരുന്നു. അതാണ് എല്ലാം മനസ്സിൽ ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ അവിടെ കിടന്നുറങ്ങുക. ഒരു സന്ദർശകനായിട്ടല്ല, ഞാൻ അവിടുത്തെ ഒരു പര്യവേഷകനായിട്ടാണ് എത്തുന്നത്. പിന്നെ അവിടെ കിടന്നുറങ്ങുക, ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം. ഫത്തേപൂർ സിക്രിയിൽ ഞാൻ ഏതാണ്ട് 10 വർഷം എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അക്ബറിൻ്റെ എല്ലാ മതങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ദീന ഇലാഹി അത് കണ്ടുപിടിച്ചു. പിന്നെ അക്ബർ ഒരു ക്രിസ്ത്യൻ ചാപ്പൽ ഉണ്ടായിരുന്നു, ചർച്ച്, അത് കണ്ടുപിടിച്ചു. നിങ്ങൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും. എന്താ പറയുക, ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന പല പല സംഭവങ്ങളാണ്. സാറിൻ്റെ ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രീബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഉള്ളത്, അപ്പോൾ ഒരു കുന്ന് കാണുകയാണ്. അപ്പൊ അത് സാർ മനസ്സിൽ തോന്നുകയാണ് അത് അവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ സാർ ശരിക്കും ഈ ആർക്കിയോളജിസ്റ്റുകൾ ഇൻറ്റ്യൂഷനിൽ നന്നായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ടോ? ഇൻറ്റ്യൂഷൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാനത് നളന്ദയിൽ നിന്ന് ബോധ്ഗയയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജ്ഗീർ എന്ന സ്ഥലത്തിലൂടെയാണ് പോകുന്നത്. രാജ്ഗീർ എന്ന സ്ഥലത്ത് ബുദ്ധൻ്റെ അസ്ഥി കലശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെവിടെയാണ് എന്നുള്ളതിൽ തർക്കവിതർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സ്ഥലത്ത് എക്സ്കവേറ്റ് ചെയ്തതിൽ അത് 4th century AD വരെ മാത്രമേ പോകുന്നുള്ളൂ, അതായത് പിന്നെ ഗുപ്ത കാലഘട്ടം. അപ്പം പിന്നെ ശ്രീബുദ്ധൻ്റെതാണെങ്കിൽ അത് 5th century പോകണം, 6th century BC പോകണം. അപ്പം അതല്ല, ആ സ്ഥലമല്ല, ആളുകൾ പറഞ്ഞ സ്ഥലമല്ല എന്ന് മനസ്സിലായി. ഇനി എവിടെയാണ്? അതിനു വേണ്ടി അന്വേഷിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോഴാണ് ഒരു 2 കുന്നുകൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ അത് വർക്ക് ചെയ്തു. ഞാൻ ഉടനെ തന്നെ കാറ് നിർത്തി അവിടെ പിന്നെ ഒന്ന് ഞങ്ങൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയും. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് മുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബ്രിക്സ് കിട്ടി. അപ്പോൾ ആ ബ്രിക്സ് കിട്ടി. ആ ബ്രിക്സിൻ്റെ അളവ് മൗര്യൻ കാല ബ്രിക്സ് ആയിരുന്നു. ഉടനെ തന്നെ മൗര്യൻ ഉടനെ തന്നെ മനസ്സിലായി ഇതാണ് ആ സ്ഥലം എന്ന്. അങ്ങനെയുള്ള കുറേ പിന്നെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദിന്റെ താഴെ അമ്പലമുണ്ട് എന്നുള്ളൊരു നിഗമനത്തിന് ആർക്കിയോളജിസ്റ്റുകൾ എത്തിയല്ലോ. അതെങ്ങനെയാ ആ ഒരു ഫൗണ്ടിലേക്ക് എത്തിയത്? അത് 76-77 ഞങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലൊരു ടീം, പ്രൊഫസർ BB ലാൽ, അദ്ദേഹമാണ് ഞങ്ങളുടെ ഡയറക്ടറായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു 10 ആളുകൾ വേറെയുമുണ്ട്. ആ ടീമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എവിടെ സ്ഥലത്ത് പോവുകയാണെങ്കിലും ആ സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തുന്നതിന് മുമ്പ് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്തും. അപ്പോൾ എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടി ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല, കാരണം ഇത് ലിറ്റിഗേഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട ആളുകളല്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ അകത്ത് പിന്നെ അനുവദിച്ചു. അപ്പോൾ പോയി നോക്കുന്ന അവസരത്തിൽ ഈ പള്ളിയുടെ തൂണുകൾ അത് ക്ഷേത്ര തൂണുകളായിരുന്നു. സാധാരണ ചോദിക്കും, അതെങ്ങനെയാണ് ക്ഷേത്ര തൂണുകളാണോ പള്ളി തൂണുകൾ, എങ്ങനെ മനസ്സിലാവും? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പം അത് വന്നത് എല്ലാ തൂണും ഒരേപോലെ അല്ലേ? അതെ.
അപ്പോൾ ഞങ്ങൾ സാധാരണ പ്രിസൈസ്ലി ഞങ്ങൾ വി ആർ ബീങ് ട്രെയിൻ ഫോർ ദാറ്റ് വൺ. അത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റൈലിൻ്റെ മുകളിൽ വെച്ചിട്ടും ഒരു തൂണിൻ്റെ സ്റ്റൈല് നോക്കിയിട്ട് അത് ഏതാണ്ട് ഇത്ര വർഷം ഇത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നും പറയാൻ കഴിയും. അപ്പോൾ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നാണ് ഞങ്ങൾ അതിന് പറയാം. അതല്ലാണ്ട് അബ്സല്യൂട്ട് ഡേറ്റിങ്സ് ഉണ്ടായിരിക്കും. അത് C14 ഡേറ്റിംഗ് ആയിരിക്കും. തെർമോലൂമിനസൻസ് പറഞ്ഞ ഡേറ്റിംഗ് ഉണ്ട്. OSL ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ, അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റിംഗ് ആണ്. ഇത് ശാസ്ത്രീയത ഒന്നും നോക്കാതെ പെട്ടെന്ന് ആ സ്റ്റൈല് കണ്ട് ചെയ്യുന്ന ഡേറ്റിംഗ് ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ മനസ്സിലായി ഇത് 12th സെഞ്ച്വറിയിലുള്ളതാണ് എന്നുള്ളത്. അപ്പം അതിൽ പൂർണ്ണ കലശ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ഇതിൽ തൂണുകളിൽ അതിൻ്റെ അടിഭാഗത്തും. പൂർണ്ണ കലശ ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗള ചിഹ്നാസ് ഇൻ ഹിന്ദുയിസം. 8 ഓസ്പീഷ്യസ് സിംബൽസ് എന്ന് പറയും. ഇന്നും ഒരു ഹിന്ദു ആചാര്യൻ, വലിയ ശങ്കരാചാര്യർ പോലുള്ള വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുക അദ്ദേഹത്തിന് ഗാർലാൻഡ് ചെയ്തുകൊണ്ട്, പൂമാല കൊടുത്തുകൊണ്ടല്ല, പാടില്ല. ഷോള് കൊടുക്കാനും പാടില്ല. അദ്ദേഹത്തിന് പൂർണ്ണ കലശം, പൂർണ്ണ കുംഭം, അത് മംഗള കലശ എന്ന് പറയും, 3 പേരിൽ പറയും. ആ മംഗള കലശം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്നും സ്വീകരിക്കുക. അപ്പോൾ അത് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് കുറച്ച് ദേവീ ദേവന്മാരുടേത് ചുമരുകളിലും മറ്റു ഭാഗങ്ങളിലും ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു. സോ ദാറ്റ് വാസ് വൺ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ഫോർ അസ്. പിന്നെ രണ്ടാമത് ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടി പടിഞ്ഞാറ് ഭാഗവും അതേപോലെ തന്നെ തെക്ക് ഭാഗവും ഉദ്ഖനനം ചെയ്തപ്പോൾ, അത് ശാസ്ത്രീയമായിട്ടുള്ള ഉദ്ഖനനമാണ്. ചിലപ്പം സർജിക്കൽ നൈഫായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ചില നൈഫുകളായിരിക്കും. ഉദ്ഖനനം ചെയ്ത അവസരത്തിൽ ഇടയിലൊന്ന് ചെയ്തോട്ടെ. ഈ സർജിക്കൽ നൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതല്ലേ? അതെ അതെ. അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അല്ല, അത് കാരണം ഈ മൺതരികൾ നീക്കണം. മൺതരികൾ ഓരോന്നായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട്. ഒരു കയ്യിൽ ബ്രഷ് ഉണ്ടാവും, ഒരു ലെഫ്റ്റ് കയ്യിൽ ബ്രഷ് ഉണ്ടാവും, സാധാരണ ബ്രഷ്, പെയിൻറ്റ് ബ്രഷ് ഉണ്ടല്ലോ അതുണ്ടാവും. മറ്റേത് സർജിക്കൽ നൈഫായിരിക്കും. പക്ഷെ ഒരു നൈഫ് വേറെ സാധാരണ ഒരു കത്തി എന്ന് പറയുന്ന രൂപത്തിലുള്ളത് അത് വേറൊന്നും ഞങ്ങളെ കീശയിലുണ്ടായിരിക്കും. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് മൺതരികൾ മാറ്റുക. എക്സ്കവേഷൻ അങ്ങനെയാണെന്ന് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇത് നടത്തുന്നത്. കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു, ഇറ്റ് ഈസ് ഫോർ എവർ. അതെ അതെ. സാറ് പറയുമ്പോഴേ ജസ്റ്റ് ലൈക്ക് ഒരു ശില്പം കൊത്തില്ലേ, ഭയങ്കര ക്ലിയർ ആയിട്ട് അതേപോലെ എനിക്ക് ഫീൽ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ അതിനിപ്പം ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ബ്രിക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ ബ്രിക്ക് പ്ലാറ്റ്ഫോംസ് കിട്ടാൻ തുടങ്ങി. അത് രണ്ടാമത്തെ എവിഡൻസ് ആയിരുന്നു. മൂന്നാമത് ഞാൻ ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല, പക്ഷേ അതിൻ്റെ ശില്പങ്ങൾ ഡിഫേസ് ചെയ്തിരുന്നു. അപ്പം അത് 3 തെളിവുകൾ കിട്ടി. പിന്നെ അതിന് ശേഷം മൺപാത്രങ്ങൾ കൊണ്ടുള്ള പ്രതിമകൾ, ഈ പ്രതിമകൾ അത് പലതരത്തിലുള്ള പ്രതിമകളുണ്ട്. മനുഷ്യൻ്റെതുണ്ട്, ആണിൻ്റെതുണ്ട്, പെണ്ണിൻ്റെതുണ്ട്, അതായത് പലതരത്തിലുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി. ഇതൊന്നും പള്ളിയിൽ നിന്ന് പ്രതിമകൾ ഒരിക്കലും പള്ളിയിൽ വെക്കാൻ പാടില്ല, അവിടുന്ന് കിട്ടുകയുമില്ല. അങ്ങനെ ഈ 4 തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ഇതിൻ്റെ കീഴെ ഒരു പള്ളി, പിന്നെ അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കിട്ടി, പിന്നെ തീരുമാനത്തിലെത്തിയത്. പക്ഷെ അന്നതൊരു പ്രശ്നമായിരുന്നില്ല. ഇതൊന്നും പിന്നെ 76-77 എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തില്ല. കാരണം ഹൈലൈറ്റ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഔട്ട്സ്മാർട്ടായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളെക്കാണെങ്കിൽ ഒരു മുഴം മുമ്പിൽ എറിയണമെന്നുള്ള അവരുടെ ആഗ്രഹപ്രകാരം അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ഡൽഹിയിൽ വെച്ച് കൊടുത്തു. ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, പ്രൊഫസർ ലാൽ ആൻഡ് ഗ്രൂപ്പ് ഹാഡ് എക്സ്കവേറ്റഡ് ദ പ്ലേസ്, ബട്ട് ദേ ഡിഡ് നോട്ട് ഗെറ്റ് എനിത്തിങ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ക്ഷേത്രത്തിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തു. ദാറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദാറ്റ് വാസ് എ ടോട്ടലി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ. വളരെ തികച്ചും പിന്നെ അത് സത്യമല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, തികച്ചും കളവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം നാച്ചുറലി പ്രൊഫസർ ലാൽ ഹാഡ് ടു ഡിഫെൻഡ് ഹിംസെൽഫ്. കാരണം ഇവരങ്ങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തല്ലോ. അപ്പം അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ,
we have excavated and we have got a number of things associated with the temples എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഐ വാസ് വർക്കിംഗ് അറ്റ് ദാറ്റ് ടൈം ഇൻ മദ്രാസിൽ ഞാൻ ഐ വാസ് ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ്. അപ്പം ഞാൻ ആസ് എ ഗവൺമെൻറ് സർവൻറ്റ് ഐ എം നോട്ട് സപ്പോസ് ടു മേക്ക് എനി കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. Especially my probation period was not over. If your probation period is not over, you could be straight away, you could be dismissed from the service. അതായത് വളരെ പെരിലസ് ആയിരുന്നു, എൻ്റെ ഡേഞ്ചറസ് കണ്ടീഷൻ ആയിരുന്നു. പക്ഷേ ഞാനൊന്നും നോക്കാതെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു, പ്രൊഫസർ ലാൽ പറഞ്ഞതാണ് ശരി, കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനൊരു വിറ്റ്നസ് ആയിരുന്നു, അതിൽ പലതും എടുത്തതും അതിൽ ഞാനും പങ്കെടുത്തിരുന്നു എന്ന് ആദ്യ ഭാഗമായിരുന്നു എൻ്റെ. പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞു, these people are the people who have given the statement, Marxist historians. They are simply historians. They are not archaeologists. They are not technically qualified to pass any kind of argument and any kind of decision also. And they have no domain competence to pass opinion like this. അതിന് പുറമെ ഞാൻ പറഞ്ഞു, ഒന്ന് they don't have any domain competence. Number 2, I said, none of them had visited the site. ഇവരിൽ ആരും തന്നെ ഈ എക്സ്കവേഷൻ നടക്കുന്ന അവസരങ്ങളിൽ ആ സ്ഥലത്ത് വന്നിട്ടില്ല. ഇവരാരും തന്നെ ഒരു എക്സ്കവേഷൻ ട്രെഞ്ച് എന്താണ് എന്നുള്ള അവർക്കറിയില്ല. അതിന് ശേഷവും ഇവരാരും തന്നെ അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. രണ്ടാമത്തത്. മൂന്നാമത് ഞാൻ പറഞ്ഞു, I was the only Muslim who had participated in the excavation. And Ayodhya is as important for Hindus as Makkah and Medina are for Muslims. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ആയിട്ട് ഇത് ഹിന്ദുക്കൾക്ക് ഒരു ഭവ്യ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കണമെന്നുള്ളത് എൻ്റെ മൂന്നാമത്തെ വാദമായിരുന്നു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു വാദം ഉണ്ട് എന്നത് ഞാൻ അംഗീകരിക്കുമായിരുന്നു. ഇസ്ലാമിൽ നബിയുടെ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ആൾ 4 ഖലീഫമാരാണ്. ഒന്ന് ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. ഇവരിൽ ആരുമായിട്ടും ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു വാദം ഉണ്ട് എന്ന് ഞാനും അംഗീകരിക്കുമായിരുന്നു. മൂന്നാമത് സഹാബികൾ എന്ന് പറയും. നാലാമത് ഔലിയാക്കന്മാർ എന്ന് പറയും. അത് ഖാജ മൊയിനുദ്ദീൻ ചിശ്തി, അജ്മീറിലുള്ള ഷെയ്ഖ്, നിസാമുദ്ദീൻ ഔലിയ. ഇങ്ങനെ ഇവരിൽ ആരുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അവർക്കൊരു വാദമുണ്ട് എന്ന് അംഗീകരിക്കാമായിരുന്നു. ഇവരിൽ ആരുമായിട്ടൊരു ബന്ധവുമില്ല. മാത്രമല്ല ഇത് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട, പ്രഭു ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഹിന്ദുക്കൾക്ക് ഈ സ്ഥലം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്ക് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ റീസണബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥലം വിട്ടുകൊടുക്കണമെന്നുള്ള അഭിപ്രായവുമായി. ഒന്ന് റീസണബിൾ ഒപ്പീനിയൻ, 2 സയൻറ്റിഫിക് ഫാക്ട്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് വിട്ടുകൊടുക്കണമെന്നുള്ള ഞാനൊരു പ്രസ്താവന നൽകിയത്. പക്ഷേ ആ പ്രസ്താവന ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തോന്നി അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കണം. കാരണം ഞാൻ മാത്രമേ മുസ്ലിം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് കൊടുത്തു. പക്ഷേ അതിനുശേഷം പിന്നീട് അതിൻ്റെ അനുഭവങ്ങൾ, കഴിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 80s ആയിരിക്കും അല്ലേ സർ ഈ പ്രസ്താവന കൊടുത്തതൊക്കെ? അല്ല, അത് 1990-ലാണ് ഈ പ്രസ്താവന. ഓൺ 15th of December 1990 ഇറ്റ് വാസ് ഗിവൻ ഇൻ ഇന്ത്യൻ എക്സ്പ്രസ്. അത് ഇവർക്കൊരു വായടപ്പൻ മറുപടിയായിരുന്നു. കാരണം ഇവർക്ക് ധാരാളം പ്രസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസ് ബന്ധങ്ങളുള്ളത് കൊണ്ട് ഇവരന്ന് പിന്നീട് അവരെന്ത് പറയുന്നു അതായിരുന്നു അന്ന് ഇന്ത്യ മുഴുവനും അംഗീകരിച്ചിരുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇർഫാൻ ഹബീബ്, ബാക്കിയുള്ള ആളുകൾക്ക് ഒരു വായടപ്പൻ മറുപടി ഇതായിരുന്നു. അതിനുശേഷം ഈ കാര്യത്തെക്കുറിച്ച് അവർ പത്രങ്ങളിൽ വന്നിട്ടില്ല, ശബ്ദിച്ചിട്ടുമില്ല, എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല. അപ്പോൾ ഈ അയോധ്യയുടെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ JNU അതുപോലെ അലിഗർ ചരിത്രകാരന്മാർ ഇവരൊക്കെ ആയിട്ട് സാർക്ക് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു. ശരിക്കും അതെന്തായിരുന്നു? ആ വിയോജിപ്പിന് ഒരു കാരണം എന്തായിരുന്നു? ഇവർ പറയുന്നത് ഈ സ്ഥലങ്ങളൊന്നും ഇതൊക്കെ മൈത്തോളജിയാണ്, ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഈ തരത്തിലുള്ള മൈത്തോളജി പല മതങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ മൈത്തോളജിയുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ചരിത്രം
കെട്ടിപ്പടുക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന്, അത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. പക്ഷേ എക്സ്ട്രീം ഹിന്ദു ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും, അത് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ശരിയാണ് എന്ന്. കാരണം ചിലപ്പം അവർ എക്സ്ട്രീം ഹിന്ദു ഗ്രൂപ്പ്സ് പറയും എത്രയോ ലക്ഷോപിലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീരാമൻ ഉണ്ടായത്. പിന്നെ പുഷ്പക വിമാനത്തെക്കുറിച്ച് പറയും. അതേപോലുള്ള പല കാര്യങ്ങളും ഈ തരത്തിൽ വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയും. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഇടയിലാണ്. അദ്ദേഹം അത് സയൻറ്റിഫിക്കായിട്ട് എന്തുണ്ടോ അത് മാത്രമേ അംഗീകരിക്കൂ. ഒരു കേണൽ ഓഫ് ട്രുത്ത്, ഇതിൻ്റെ എല്ലാറ്റിലും മൈത്തോളജി ആണെങ്കിൽ ഇതൊരു കേണൽ ഓഫ് ട്രുത്ത് ഉണ്ട്, അതിനെ അന്വേഷിച്ചാണ് പോകുന്നത്. കാരണം നമ്മുടെ മഹാഭാരതം തന്നെ, ആദ്യം മഹാഭാരതം 8000 വേഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ജയ എന്നാണ് ആയിരുന്നു അതിൻ്റെ പേര്. പിന്നെ അത് 24,000 വേഴ്സസായി മാറി. അപ്പോൾ അന്ന് ഭാരത് എന്നായിരുന്നു പേര്. ഇന്നുള്ള മഹാഭാരതത്തിന് 1,00,000 വേഴ്സസ് ഉണ്ട്. അതാണ് മഹാഭാരതം. അപ്പോൾ ജയ, ഭാരത്, മഹാഭാരത്, ഇങ്ങനെയുള്ളത് എവല്യൂഷൻ ഉണ്ടാകുന്നത്. അത് പിന്നീട് ഉണ്ടായിരുന്ന ഇൻ്റർപോലേഷനാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുക ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. അന്ന് എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടിയുമല്ല, എക്സ്ട്രീം റിലീജിയസ് വിശ്വാസികളുടെ കൂടിയല്ല. ഈ ചരിത്ര സത്യങ്ങൾ എന്താണോ, ശാസ്ത്രീയ സത്യങ്ങൾ എന്താണോ, അതിനു കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. വിശ്വാസത്തിന്റെ ഇടയിലുള്ള സത്യത്തിന് അതിനെയാണ് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുന്നത്. അതാണ് ഞങ്ങൾ സെർച്ച് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ ഞങ്ങളെ മഹാഭാരത ഞങ്ങളെ ഇതിൻ്റെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും 2 lakhs അല്ലെങ്കിൽ 3 lakhs എന്നൊക്കെ പറയും. ചില ആളുകൾ അത് 5,000 years എന്നും പറയും. ചില ആളുകൾ കുറച്ചൊരു ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള. പക്ഷേ ഞങ്ങളത് പറയുന്നത് അതായത് 1400 BC ആയിരിക്കും മഹാഭാരതത്തിൻ്റെ പീരീഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക്. 1400 BC എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ 3400 വർഷം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. വിശ്വാസിയുടേതും അംഗീകരിക്കില്ല, തള്ളിക്കളയണമെന്ന കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെതും വിശ്വസിക്കില്ല. രണ്ടിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ ഈ തർക്കങ്ങളായിരുന്നു ശരിക്കും JNUക്കാരായിട്ടുള്ള ഒരു വന്നത് അല്ലേ? സാറ് പറഞ്ഞു 1990 സർ ആ പ്രസ്താവനയൊക്കെ കൊടുത്തതെന്ന്. പിന്നീട് 2003 ഗെയിൻ ഈ ഒരു ഇഷ്യൂ റേസപ്പ് ആയിട്ട് വന്നത്. അതെന്താ ഇപ്പം ഇത്രയൊരു ടൈം എടുത്ത് പിന്നീട് 2003 ഇതൊരു? അതെ, അവരുടെ വാദം അവിടെ സ്ഥലമില്ല എന്നാണ്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മഹാദേവൻ എന്ന് പറഞ്ഞൊരു വലിയ ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹി വാസ് എൻ IAS ഓഫീസർ ഓൾസോ. അവരെ പോലുള്ള പല ആളുകളും പറഞ്ഞു വൈ കോണ്ട് വി ഡു എ സെക്കൻഡ് എക്സ്കവേഷൻ. അപ്പം ഞങ്ങളതിന് തയ്യാറാണ്, പക്ഷെ അവരതിന് തയ്യാറല്ല. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അതിന് തയ്യാറായിരുന്നില്ല. അത് രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷം ഈ പിന്നെ അലഹബാദ് ഹൈക്കോർട്ട് ഓർഡർ തന്നതിന് ശേഷം ആ എക്സ്കവേഷൻ നിർത്തിക്കാൻ വേണ്ടി ഒരു ധാരാളം ശ്രമിച്ചു. അത് എന്നെയും പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഞാൻ അന്ന് ആഗ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പ്രൊഫസർ ജാഫ്രി എന്ന് പറയുന്ന പ്രൊഫസർ ഇർഫാൻ അബിയുടെ കീഴിൽ റിസർച്ച് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തു. KK ബായി, എന്നെ KK മുഹമ്മദിൽ KK ബായി എന്നാണ് പറയാം. ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നിർത്തിക്കാൻ സാധ്യമല്ല. കാരണം നിർത്തിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതായത് ഈ സ്ഥലം മുഴുവനും വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇത് കോർട്ടിൻ്റെ ഓർഡറാണ്. ഞാൻ തന്നെ അവിടെ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് സത്യങ്ങൾ അറിയാം, അതുകൊണ്ട് നിർത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പിന്തിരിയില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ എക്സ്കവേഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്കവേഷനിൽ ഞങ്ങൾക്ക് 12 തൂണുകളായിരുന്നു ആദ്യം കണ്ടിരുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ എക്സ്കവേഷനിൽ 50-ലധികം തൂണുകളുടെ അടിഭാഗത്തുള്ള സാധനങ്ങൾ മുഴുവനും കെട്ടി. 50-ലധികം രണ്ടാമത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരേ സ്ഥലം രണ്ടാമത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതെ, ഈ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രണ്ടാമത് നടത്തുന്നത് ഈ സ്ഥലത്ത് മാത്രമേ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയോ? അത് കുറേ സാധനങ്ങൾ കിട്ടി. കാരണം ഒന്ന്, അത് 50 in 17 റോസിലായിരുന്നു വഴികളിലായിട്ട്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ പിന്നെ കേരളത്തിലെ ക്ഷേത്രം പോലെയല്ല. അതിന് ശിഖര പോർഷൻ എന്ന് പറയും. ഈ ശിഖര പോർഷൻ താഴെ ഏറ്റവും മുകളിലുണ്ടാകുന്നത് പിന്നെ ഇതായിരിക്കും, കലശമായിരിക്കും.
കലശത്തിൻ്റെ ശേഷം അതിൻ്റെ അടിയിലായിട്ട് അമൽക്ക എന്ന് പറയും. അപ്പോൾ ഈ അമൽക്ക അത് പെക്യൂലിയർ ചീസാണ്, അത് പെക്യൂലിയറാണ്, അത് അവിടെ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് അമൽക്ക അവിടെ നിന്ന് കിട്ടുകയുണ്ടായി, പള്ളിയുടെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ശിഖരത്തിൻ്റെ ധാരാളം ആർക്കിടെക്ചറൽ മെമ്പേഴ്സ് കീഴിൽ നിന്ന് കിട്ടുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഇത് ഗാർഗോയൽ എന്ന് പറയുകയാണെങ്കിൽ പ്രണാള എന്ന് പറയും. ഈ എന്നും ക്ഷേത്രത്തിൽ എന്നും നമ്മൾ പ്രധാനപ്പെട്ട ഇത് ഡിവിനിറ്റി എന്താണോ അതിനെ കുളിപ്പിക്കണം. അതിൻ്റെ അഭിഷേക ജലം ഒഴുകി പോകുന്ന പ്രണാള എന്ന് പറയും. അത് മുതലയുടെ മുഖത്തിലായിരിക്കും, മുതലയുടെ മുഖത്തിലായിരിക്കും. അപ്പം പിന്നെ അവിടെ അതുണ്ടാവുക. കാരണം മുതല എന്ന് പറയുകയാണെങ്കിൽ റിവർ ഗംഗയുടെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. മകരപ്രണാള എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം മുതലയുടെ മുഖം ഒരു പള്ളിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാതെ ഒരിക്കലും തന്നെ ജീവനുള്ള ഒന്നിനെയും നമുക്ക് പിന്നെ അവിടെ പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ പാടില്ല. അതും അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. 263 പ്രതിമകൾ, അത് മൺകൊണ്ടുള്ള പ്രതിമകൾ. 263, 5, 10, 100, അതെ, ലാർജ് നമ്പർ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഒരു വിഷ്ണു ഹരി ശിലാഫലകം, ഒരു 20 ലൈനുള്ള ഒരു ശിലാഫലകം, ഒരു ഇൻസ്ക്രിപ്ഷൻ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അല്ല, അത് മെറ്റലിലല്ല, കല്ലിലാണ്. അതെ, അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ക്ഷേത്രം ആ മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ മഹാവിഷ്ണുവാണ് ബാലിയെ കൊന്നത്. ബാലിയെ കൊന്നതാരാണ്? പ്രഭു ശ്രീറാം. പിന്നെ അത് പറയുന്നുണ്ട് പിന്നെ ആ മഹാവിഷ്ണുവിനാണ് അദ്ദേഹം 10 തലയുള്ള ആളുകളെ കൊന്നിരിക്കുന്നു. അതാരാണ്? രാവണൻ. കൊന്നതാരാണ്? പ്രഭു ശ്രീറാം. സോ ഈ തരത്തിലുള്ള തെളിവുകൾ. പിന്നെ അതിനുശേഷം ഈ എക്സ്കവേഷൻസ് മുഴുവനും നിഷ്പക്ഷമായിരിക്കണം. അതിനുവേണ്ടി 1/4 ഓഫ് ദ ലേബറേഴ്സ്, അവിടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സ് ഉണ്ടല്ലോ, അത് 1/4 ഓഫ് ദം വേർ മുസ്ലിംസ്. അവരെ തീർച്ചയായിട്ടും 1/4 മുസ്ലിം ആവണമെന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം നിഷ്പക്ഷമാണ്. അതെ അതെ. പിന്നെ ഈ എക്സ്കവേഷൻ പ്രക്രിയ മുഴുവനും വീഡിയോഗ്രാഫ് ചെയ്ത് അത് ഫോട്ടോ എടുത്തിട്ട് ഓരോ നിമിഷവും വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അവരുടെ, അതായത് വഖഫ് കമ്മിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അവരെ ലോയേഴ്സ് ഉണ്ട്, അവരെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, എക്സ്പേർട്സ്, അവരെ 2 എക്സ്പേർട്സ് കൂടി ഉണ്ടായിരുന്നു. ഒന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്ന് JNUവിൽ നിന്നുള്ള 2 എക്സ്പേർട്സ് ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ എക്സ്കവേഷൻസ് നടക്കുന്നത്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ, ഞങ്ങളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഈ 2 ഗ്രൂപ്പിൻ്റെയും പുറമെ ആ ഹൈക്കോർട്ടിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, ഒരു മുൻസിഫ്, ഒരു ജഡ്ജ് ആ സ്ഥലത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി. എത്ര ദിവസം എടുത്തു? ഇത് ഏതാണ്ട് ഒരു 4 പിന്നെ ശരിക്കും തുടങ്ങിയത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. അങ്ങനെ ഒരു 3-4 മാസത്തെ എക്സ്കവേഷനിലൊക്കെ ഇത് നടന്നു. അതെ 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 അതെ. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ നടന്ന്. ഇത്രയും നിഷ്പക്ഷമായിട്ടാണ് ഈ പരിപാടികൾ മുഴുവനും എക്സ്കവേഷൻ നടന്നത്. അതിൽ നിന്നാണ് ഈ തരത്തിലുള്ള ഫലങ്ങൾ കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സുപ്രീം കോർട്ട് എത്തിച്ചേർന്ന നിഗമനമാണ്. അത് ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആകും എന്ന് എനിക്കൊരിക്കലും തോന്നിയിരുന്നില്ല. കാരണം മുസ്ലിങ്ങൾ 2.7 ഏക്കർക്ക് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നത്. പക്ഷെ അതിന് ഡബിളായിട്ട് 5 ഏക്കർ സ്ഥലം അവർക്ക് മറ്റൊരു സ്ഥലത്ത് നൽകിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഒരു വലിയൊരു പള്ളി വരാൻ വേണ്ടി, ഒരു സാംസ്കാരിക നിലയം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇർഫാൻ ഹബീബും അതേപോലെ അലി നദീം റിസ്വി എന്ന് പറയുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രസ്താവന കൊടുത്തു, KK മുഹമ്മദ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദ എക്സ്കവേഷൻ ടീം എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഞാൻ എക്സ്കവേഷൻ ടീമിൻ്റെ ഭാഗമല്ല. വളരെ തുറന്നവർ പിന്നെ ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്നത് യാതൊരു മടിയുമില്ലാത്ത ആളാണ്. അലി മുഹമ്മദ് റിസ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ഉടനെ തന്നെ പ്രൊഫസർ ലാൽ സാറെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നില്ല, അമേരിക്കയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന കൊടുത്തു. അത് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്കാണ് കൊടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. KK മുഹമ്മദ് വാസ്
ഫുള്ളി അലോങ് വിത്ത് മീ ഡ്യൂറിങ് ദ എൻ്റയർ എക്സ്കവേഷൻ പീരീഡ്. ഓക്കെ. അതിനുശേഷം ഇന്ന് ലൈവായിട്ടുള്ള ഒരു 4 പേരുണ്ട് ആ എക്സ്കവേഷനിൽ പങ്കെടുത്ത ആൾക്കാർ. അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി ഈ പത്രത്തിൻ്റെ ആളുകൾ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ. അവരും പറഞ്ഞു ഹി വാസ് ഫുള്ളി ദേർ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് എക്സ്കവേഷൻ. ഞങ്ങൾ പിന്നെ ഇത് മാത്രമല്ല, അതായത് ഞങ്ങൾ എൻ്റയർ ബാച്ച്, അതായത് 1976-77 സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എൻ്റയർ ബാച്ച് അവിടെ ആയിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ജയറാം രമേഷ് ജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പിന്നെ വക്താവാണ്. അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ പേര് ജയശ്രീ എന്നാണ്. ജയശ്രീ രാംനാഥൻ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര്. പെട്രോളിയം സെക്രട്ടറി ആയിരുന്നു അവരുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ഇവർ. അവരും ഞങ്ങളെ ബാച്ചിലുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്മേറ്റ്സാണ്, ബാച്ച്മേറ്റ് ക്ലാസ്മേറ്റ്സാണ്. അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കളവുകളിൽ മുഖം നോക്കി കറവ് പറയുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നും. ഇവരൊക്കെയാണ് ചരിത്ര പണ്ഡിതന്മാരായിട്ട് ചരിത്ര വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇർഫാൻ ഹബീബ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. മാധ്യമം എന്ന് പറഞ്ഞ നമ്മുടെ കോഴിക്കോട്ടുള്ള പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എക്സ്കവേഷനിൽ പങ്കെടുക്കുന്നത് പോട്ടെ, ഇവൻ അയോധ്യയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷെ പിന്നീട് മാധ്യമം തിരുത്തുകയും ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ സാർ എങ്ങനെ ഡീൽ ചെയ്തു? ഇത്രയും പ്രഷറുകൾ സാർ എങ്ങനെ ഡീൽ ചെയ്തു? എനിക്ക് തോന്നുമെങ്കിൽ ഏതോ ജന്മകൽപ്പനയാൽ എന്നതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്തോ ചില കൽപ്പന വന്നതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ചില ചരിത്രത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കുന്നതിൽ യാതൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയാറുണ്ട്, മുസ്ലിങ്ങൾ വന്ന അവസരത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അത് തകർത്തിട്ടില്ല എന്ന് പറയുന്നത് സത്യമല്ല. കാരണം ഞാനിതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കണ്ട ആളാണ്. അപ്പം ഒന്ന്, അത് സംഭവിച്ചു പോയിട്ടുണ്ട്. ആൻഡ് ടുഡേയ്സ് മുസ്ലിംസ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഇന്നത്തെ മുസ്ലിങ്ങൾ അതിന് തീരെ ഉത്തരവാദികളല്ല. അത് ഏതോ അഫ്ഗാൻകാർ, കാരണം ഇസ്ലാമിൻ്റെ 2 വരവുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ കച്ചവടത്തിന് വേണ്ടി വന്ന അറബികളെ പോലെ ആളുകൾ വന്നത് നമ്മുടെ കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും. അത് വളരെ സമാധാനപൂർവ്വമായിരുന്നു. പക്ഷേ വിജയകേഷുക്കളായിട്ടാണ് അവർ നോർത്ത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാനിലൂടെ വരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇന്നും സമാധാനമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അന്ന് എന്തായിരിക്കണം? അവർ കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അതൊരു വലിയ ഹീലിംഗ് ടച്ച് ആയിരിക്കും. ഞാൻ ധാരാളം ഒരു 7 വർഷത്തോളം ഗോവയിലുണ്ടായിരുന്നു. ഗോവയിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ പോർച്ചുഗീസുകാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് താമസിച്ചിരുന്നത് അവിടെയുള്ള ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ചർച്ചുകളുണ്ട്. ആ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. കാരണം എൻ്റെ വീടും അവിടെയായിരുന്നു. അപ്പോൾ അവർ പോർച്ചുഗീസുകാർ പണ്ട് ചെയ്ത തെറ്റുകളെയൊന്നും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ അവർ ശ്രമിക്കാറില്ല. കാരണം ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. അതുപോലെ ഇംഗ്ലീഷുകാരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വന്നു. പക്ഷെ അതിനൊന്നും ആരും ന്യായീകരിക്കാറില്ല. ടുഡേയ്സ് മുസ്ലിംസ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ആ മുസ്ലിങ്ങളോട് പകരം ചോദിക്കാൻ വേണ്ടി ഹിന്ദുക്കളും ശ്രമിക്കാൻ പാടില്ല, അതേപോലെ മറിച്ചും ഉണ്ടാവാൻ പാടില്ല. നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ എളിയ അപേക്ഷ. സത്യം. ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ജനുവരി 22 നമ്മൾ പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. അതിനൊരു മെയിൻ കാരണക്കാരൻ സാറാണ്. സാർക്ക് ഇപ്പം എന്താ ഫീൽ ചെയ്യണത് അവിടെ? അത് വരുമ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് എന്താ? തികച്ചും സംതൃപ്തമായുള്ള നിമിഷങ്ങൾ, സായോജ്യമാർന്ന നിമിഷങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ഏതാണ്ട് ഒരു 500 വർഷത്തോളമുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു. ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ എന്താണ് അന്ന് നടന്നു പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയാം. കാരണം ഞാൻ ഈ സ്ഥലങ്ങൾ മുഴുവനും വളരെ ക്ലോസ് ആയിട്ട് പല ഭാഗത്തു നിന്നും കണ്ടതാണ്. എൻ്റെ കൂടെ ഉണ്ട്, ഞാനല്ലാത്ത ആളുകൾ മുഴുവനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ മുഴുവനും ഹിന്ദുക്കളായിരുന്നു. അത് രാം ജന്മഭൂമിയിൽ മാത്രമല്ല, കൃഷ്ണ ജന്മഭൂമിയിലും ബാക്കിയുള്ള അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കാശിയിലുമൊക്കെ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് ഒരു മുസ്ലിങ്ങളുടെ സ്ഥലമായിരുന്നെങ്കിൽ, മക്കയും മദീനയുമായിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു നടക്കുക? അതിനുവേണ്ടി അത് തിരിച്ചെടുക്കാൻ വേണ്ടി എത്ര യുദ്ധങ്ങൾ അവർ ചെയ്യുമായിരുന്നു. ഈ കാര്യങ്ങൾ 2 ആളുകളും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ, വിശിഷ്യ മുസ്ലിങ്ങൾക്ക്. കാരണം മുസ്ലിങ്ങളാണ് ഈ കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് വരേണ്ടത്. ഹിന്ദുക്കൾ എത്രയോ ശ്രമിച്ചിട്ടുണ്ട്.
കാരണം വേണമെങ്കിൽ ഇതിൻ്റെ മുമ്പേ ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അതേപോലെ തന്നെ ഒരു ജുഡീഷ്യൽ വെർഡിക്റ്റിലൂടെയാണ് ഹിന്ദുക്കൾ ഇത് നേടിയെടുത്തത്. ആ ക്ഷമക്ക് ആ ഇതിനും ആ വിശാലമായ മനസ്ഥിതിക്ക് മുമ്പിൽ ശരിക്കും ഞാൻ കൂപ്പുകൈകൾ അർപ്പിക്കുന്നു. അതാണ് ശരിയായ ഹിന്ദുമതം, സനാതന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മതം.